പുലർച്ചെ സുബിൻസ്കാരൊക്കെ കഴിഞ്ഞുകൊണ്ട് ഷെർഫിയിലേക്ക് പോവാണ്. ഷെർഫിയിൽ അവിടെ ഒരു പിന്നെ അബീറിന്റെ ഒക്കെ അടുത്തായിട്ട് അവിടെ കുറെ മലയാളികൾ കൂടിയിട്ട് സുബിൻസ്കാരം കഴിഞ്ഞിട്ട് ഒരു എക്സസൈസ് മാക്സ് 7 എന്നുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് കാണാൻ, അവരൊക്കെ ഒന്ന് കാണാൻ, പരിചയപ്പെടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ സഫേർ ഹോട്ടലിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിയിട്ട് അടുത്ത ഗല്ലിക്കൂടെ ഉള്ളിലേക്കും കൂടെ കയറി കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇതിന്റെ ബാക്കിലേയും കൂടെ വന്നിക്കാണെങ്കിൽ ഒരു കല്ല് പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യം 6 മണിയാകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ 6:05 ഒരു ബാച്ചും 6:15 മറ്റൊരു ബാച്ചുമാണ് അവിടെ നടക്കുന്നത്. 6:05 ബാച്ച് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകേണ്ട ആളുകൾക്കുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 6:05 ഒരു ബാച്ച് ഉള്ളത്. അത് കുറഞ്ഞ ആളുകൾ അവിടെ ഒരു ഭാഗത്തു നിന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6:15 ഒരു ബാച്ച് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾ വരുന്നൊരു ബാച്ചാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് കറക്റ്റ് 6:15 തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എത്തിപ്പെട്ട് എക്സസൈസ് തുടങ്ങി. എക്സസൈസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് എക്സസൈസാണ്. ഇതുപോലുള്ള എക്സസൈസ് ഒക്കെ നമ്മളൊക്കെ വീട്ടിൽ നിന്നും ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലൊരു കൂട്ടമായിട്ട് നിന്നിങ്ങനെ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണത്. ശാരീരികമായിട്ട് ചെറിയ ഒരുപാട് വിഷയങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലി, റൂം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ രാവിലത്തെ വെറും ഒരു 23 മിനിറ്റ്, ഏറി വന്നാലൊരു അരമണിക്കൂർ അത്രേ ഇതിന് ആവശ്യമുള്ളൂ. കറക്റ്റ് സമയത്ത് വന്നിട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും മനസ്സിന് മാനസികമായിട്ട് വല്ലാത്തൊരു ഉന്മേഷവും ആവേശവും കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ജിദ്ദന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ, അതിൽ രാഷ്ട്രീയം ഒന്നോ അല്ലെങ്കിൽ മതമെന്നോ ഒരു തരത്തിലുള്ള വേർതിരിവില്ലാതെ എല്ലാ ആളുകൾക്കും, പറ്റുന്ന ആളുകൾക്കൊക്കെ തന്നെ വരാനുള്ള ഒരു സൗകര്യമാണ് ഇവർ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാട്ടിൽ നിന്ന് ഈ ഒരു മാക്സ് 7 ഈ ഒരു കൂട്ടായ്മക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസിനെതിരെ ഒരു അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നതല്ല. അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുക, കാര്യങ്ങളിന് മറുപടി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇതിൽ വരുന്ന ആളുകൾക്കറിയാം ഇവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇതിന് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളത്. അത് ആര് തന്നെ ആയാലും, ഞാൻ ആ ഒരു പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ട്രെയിനർമാരോടൊക്കെ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. മറ്റ് പല തരത്തിൽ ഇതിനെ തകർക്കാനും അല്ലെങ്കിൽ ആക്ഷേപിക്കാനൊക്കെ പല ആളുകളും ശ്രമിക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യൂല. ഇതിൽ അന്യ മതസ്ഥർ, അതായത് സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾ വരെ ഇതിന് ട്രെയിനിങ് ചെയ്ത് കണ്ട് ജിദ്ദയിൽ തന്നെ ഉണ്ട് ആളുകൾ. അതുകൊണ്ട് അതൊന്നും നമ്മൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 1, 2, 3, 4, 5, 5. ഏതായാലും ഷർഫിയിൽ വന്നപ്പോൾ നല്ലൊരു ടീമിനാണ് കാണാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം, എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. ഓക്കെ അല്ല എല്ലാവരും? ഇതിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. മാത്രമല്ല പഴയ ഒരുപാട് ആളുകളെ അതിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. ദിവസവും ആളുകൾ ഇതിലേക്ക് പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ആളുകൾ അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അസുഖത്തിന് മാറ്റം വന്നത്, അവർക്കും ഉണ്ടായിട്ടുള്ള ഒരുപാട് ഷുഗർ, പ്രഷർ പോലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ കല്ല് പാർക്കിൽ നമ്മൾ മാക്സ് 7 എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്തതാ റയാൻ കഫ്തീരിയ. അടിപൊളി ദോശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർക്ക് ഒന്നാണ്. എല്ലാവരും എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കണ്ടതാ, നേതാക്കന്മാരൊക്കെ ഉണ്ട്. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കണ്ടതാ, അടിപൊളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് ഇവരെ നല്ല ദോശ, അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും, അതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള സ്പെഷ്യൽ. ലൈവായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ ദോശ, അടിപൊളി ഫുഡ്, ലഘു ഭക്ഷണം. അതാണ് നെയ്റോസ്, ദോശ. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള നാട്ടുപുറത്തൊക്കെ ഉള്ള ചായക്കടകളിലൊക്കെ പോയി ചായ കുടിക്കാനൊക്കെ പറഞ്ഞത് രാവിലെ പിരിയുമ്പോണ്ടാവുന്ന ഒരു ഫീലില്ലേ, അതേ വല്ലാത്തൊരു സന്തോഷം തോന്നി. എല്ലാവരും ചായ കഴിച്ചതിന് ശേഷം അവനവന്റെ ജോലിയിലേക്ക് വളരെ